നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിന്നെ ഞങ്ങൾ കൊല്ലില്ല, നീ ഇത് മോദിയോട് പോയി പറയണം. പഹൽഗാമിന്റെ മണ്ണിൽ പ്രിയതമൻ വെടിയേറ്റ് വീണത് കണ്ട് പകച്ചു നിന്ന ഭാര്യയോട് മതഭീകരൻ പറഞ്ഞ വാക്കുകളാണിത്. ഇത് പറഞ്ഞിരിക്കുന്നത് ആ ഒരു സ്ത്രീയോട് മാത്രമല്ല, ഭാരതത്തിലെ ഓരോ സ്ത്രീയോടും കൂടിയാണ് ആ ഭീകരൻ വിളിച്ചു പറഞ്ഞത്. പക്ഷേ ഇനി അത് പറയാൻ ആ ഭീകരരുടെ നാവ് പൊന്തില്ല. അന്ന് എന്താണോ ആ ഭീകരൻ തൻ്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയതിനു ശേഷം മോദിയോട് പറയാൻ ഏൽപ്പിച്ചത്, അത് കൃത്യമായി തന്നെ മോദിയോട് പറഞ്ഞു. അതെ, ഈ വാക്കുകൾ മോദി കേൾക്കുക തന്നെ ചെയ്തു. തിരിച്ചു കൊടുത്തപ്പോൾ കൈ നിറച്ചു തന്നെ നൽകി. പഴയ ഇന്ത്യയാണെന്ന് കരുതി അടിക്കാൻ നോക്കിയാൽ ആ അടി വാങ്ങി മടങ്ങുമെന്ന് കരുതിയെങ്കിൽ തെറ്റിയെന്ന് പാകിസ്ഥാന് മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണാധികാരികൾ. അതാണ് നരേന്ദ്രമോദി. ഏതൊരു ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയാണ് മോദി നൽകിയ തിരിച്ചടി. പാകിസ്ഥാന്റെ ഇടനെഞ്ചിൽ മിന്നലായിരുന്നു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഈ മിന്നൽ പാകിസ്ഥാൻ ഇന്നും ഇന്നലെയും അനുഭവിച്ചു തുടങ്ങിയതല്ല. ഇന്ത്യ പാകിസ്ഥാനിൽ മുൻകാലങ്ങളിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകൾ അടിച്ചാൽ പലിശയും കൂട്ടുപലിശയും ചേർത്ത് മടക്കി നൽകുന്ന ഇന്ത്യയാണെന്ന് ലോകത്തിന് തന്നെ വ്യക്തമാക്കിയ ആക്രമണമായിരുന്നു ബലാക്കോട്ടും. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാനാണ് അവിടെ ഒരുപാട് കുടുംബങ്ങൾ വന്നത്. അന്ന് കർണാടകയിലെ ശിവമോഗ സ്വദേശിയായ മഞ്ജുനാഥും കൊല്ലപ്പെട്ടു. ആക്രമണത്തിന്റെ ഭീകര നിമിഷങ്ങളിൽ നിന്ന് മുക്തയായിട്ടില്ല മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവി ഇപ്പോഴും. മകന്റെയും തന്റെയും കൺമുന്നിൽ വെച്ചാണ് മഞ്ജുനാഥിനെ ആക്രമികൾ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. പല്ലവി നിറകണ്ണീരോടെ അത് പറയുമ്പോൾ നമ്മുടെ എല്ലാം തന്നെ നെഞ്ച് തകരുകയായിരുന്നു. ആക്രമികൾ ഹിന്ദുക്കളെ ലക്ഷ്യമിടുന്നതായി തോന്നിയതായും പല്ലവി അന്ന് പറഞ്ഞിരുന്നു. 3-4 പേർ തങ്ങളെ ആക്രമിച്ചു. എൻ്റെ ഭർത്താവിനെ നിങ്ങൾ കൊന്നില്ലേ, എന്നെയും കൊല്ലൂ എന്ന് അവരോട് കരഞ്ഞു പറഞ്ഞപ്പോൾ, നിന്നെ കൊല്ലില്ല, പോയി മോദിയോട് പറയൂ എന്നാണ് അവരിൽ ഒരാൾ മറുപടി നൽകിയത്. ഇതൊരു ദുസ്വപ്നം പോലെയാണ് ഇപ്പോഴും തോന്നുന്നത്. പ്രദേശവാസികളായ 3 പേരാണ് തങ്ങളെ അന്ന് രക്ഷിച്ചതെന്നടക്കം പല്ലവി അന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കരഞ്ഞ 26 ഭാര്യമാരുടെ, അമ്മമാരുടെ, സഹോദരിമാരുടെ, മക്കളുടെ കരച്ചിൽ ഇന്ത്യ ഗൗരവത്തിൽ തന്നെ എടുത്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുള്ള ബൈസറൻ വാലിയിൽ ഭീകരാക്രമണം ഉണ്ടായത് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ഈ ഭീകരതയ്ക്കാണ് തിരിച്ചടി നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലൂടെ തന്നെ ആ ക്രൂരതയ്ക്ക് തിരിച്ചടി നൽകിയിട്ടുണ്ട്. എല്ലാം രാത്രിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീക്ഷിക്കുകയായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് അവർക്ക് മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യ. അതായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. എല്ലാ അർത്ഥത്തിലും കഴിഞ്ഞ രാത്രി ഇന്ത്യയുടെ ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉണർന്നിരിക്കുകയായിരുന്നു. ഡൽഹി ഉണർന്നിരുന്നപ്പോൾ പാകിസ്ഥാൻ കത്തിച്ചാമ്പലായി. തിരിച്ചടി നൽകുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഇതിനുവേണ്ടി വ്യക്തമായ പദ്ധതി തന്നെ തയ്യാറാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തൽ നടത്തി. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എല്ലാം നിരീക്ഷിച്ചു. തന്ത്രങ്ങൾ ഒരുക്കിയത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലായിരുന്നു. 3 സേനകളെയും അദ്ദേഹം ഏകോപിപ്പിച്ചു. അങ്ങനെ നിന്നെ കൊല്ലില്ല, പോയി മോദിയോട് പറയൂ എന്ന അഹങ്കാരം പറഞ്ഞ തീവ്രവാദികൾക്ക് ഇന്ത്യ മറുപടി നൽകി. 15ാം ദിവസം പാകിസ്ഥാൻ ഉണർന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ നാശനഷ്ടത്തിന്റെ തീവ്രത തിരിച്ചറിഞ്ഞാണ്. ഒരാൾ മരിച്ചാൽ 16ാം ദിവസം ഇന്ത്യൻ വിശ്വാസങ്ങളിൽ നിർണായക ദിനമാണ്. പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന ദിവസം. അതിനു മുൻപ് തന്നെ തിരിച്ചടി നൽകിയെന്നതാണ് നിർണായകം. അങ്ങനെ ആ വിധവകളുടെ കണ്ണീരിനെ ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകൾ പ്രതികാരം വീട്ടുന്നു. എല്ലാം തത്സമയം മോദി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലക്ഷ്യം നേടിയ ശേഷം അമേരിക്ക, UK, ഇസ്രായേൽ, സൗദി അറേബ്യ, മറ്റുള്ള പല രാജ്യങ്ങളോടൊക്കെ തന്നെ സംഭവത്തെക്കുറിച്ച് ഇന്ത്യ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന സമീപനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതങ്ങനെ തന്നെ വരികയുള്ളൂ എന്നും അറിയാം. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ കനത്ത തിരിച്ചടി ബുധനാഴ്ച നടക്കാനിരുന്ന മോക്ക് ഡ്രില്ലിന് മണിക്കൂറുകൾക്ക് മുമ്പേ എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യ പാക് അതിർത്തിയോട് ചേർന്ന് ബുധനാഴ്ച യുദ്ധാഭ്യാസം നടത്തുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം വ്യോമസേന വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഒരു പരിശീലനത്തിന് ഒരുങ്ങുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ആ പരിശീലനം നടക്കുന്നതിന് മുന്നേ തന്നെ ഇന്ത്യ പാക് അതിർത്തി കടന്ന് ആക്രമണം നടത്തുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സംയുക്ത സൈനിക ആക്രമണത്തിൽ പാക് അതിർത്തി കടന്നു പാക് അധീന കശ്മീരിലുള്ള 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചു. പുലർച്ചെ 1:44 സൈനിക നടപടി. ഇന്ന് രാത്രി 9 മണിക്കും നാളെ പുലർച്ചെ 3 മണിക്കുമായാണ് മോക്ക് ഡ്രില്ല് തീരുമാനിച്ചിരുന്നത്. യുദ്ധാഭ്യാസം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. രാജ്യത്തെ തിരഞ്ഞെടുത്ത 244 ജില്ലകളിലാണ് ഇന്ന് മോക്ക് ഡ്രില്ല് നടക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നത്.
എന്നാൽ യുദ്ധാഭ്യാസ പരിശീലനത്തിന് മുന്നേ ആക്രമണം നടത്തുകയായിരുന്നു. 26 നിരപരാധികളുടെ രക്തത്തിന് ഇന്ത്യ പകവീട്ടിയപ്പോൾ ഞെട്ടിയത് പാകിസ്ഥാൻ മാത്രമല്ല, ഭീകരതയ്ക്ക് കുടപിടിക്കുന്ന സകലരും ചേർന്നാണ്. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ ത്വയ്ബ, ഹിസ്ബുൾ മുജാഹിദീൻ എന്നീ ഭീകര സംഘടനകളിലെ 900ഓളം തീവ്രവാദികളെയാണ് ഓപ്പറേഷനിൽ ലക്ഷ്യമിട്ടത്. ശത്രുവിന്റെ ലക്ഷ്യത്തിൽ നേരിട്ട് പതിക്കുകയും അവിടെ സ്ഫോടനം നടത്തുകയും ചെയ്യുന്ന കാമികാസെ ഡ്രോണുകളാണ് ഇന്ത്യ ഉപയോഗിച്ചത്. പൂർണ്ണമായും സംയമനം പാലിച്ചും കൃത്യതയോടെയും പ്രകോപനരഹിതമായും നടത്തിയ ആക്രമണമായിരുന്നു ഇതെന്നും ഇന്ത്യൻ സൈന്യവും അറിയിച്ചു. ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യ വളരെ ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചു. തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം ആക്രമിച്ചു. ഇത്ര കൃത്യമായ ആക്രമണം ആസൂത്രണം ചെയ്തതിന് പിന്നിൽ ആരെന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: അജിത് ഡോവൽ. ശത്രുവിന്റെ മർമ്മം നോക്കി പ്രഹരിക്കാൻ ശേഷിയുള്ള ഈ ബുദ്ധിരാക്ഷസനെ ആരാധകർക്കിടയിൽ ഒരു വിളിപ്പേര് തന്നെയുണ്ട്: ജെയിംസ് ബോണ്ട്. 48 മണിക്കൂറിനിടെ ഡോവൽ പ്രധാനമന്ത്രിയെ കണ്ട് ഒരുക്കങ്ങൾ അറിയിക്കുന്നത് 2ാം വട്ടമാണ്. അജിത് ഡോവൽ എന്ന ഒറ്റയാന്റെ കരുത്തിന് മുന്നിൽ പാകിസ്ഥാൻ തകർന്നടിയുന്നത് ഇത് 3ാം തവണയാണ്. ബാലാക്കോട്ടിനും പുൽവാമയ്ക്കും പകവീട്ടാൻ ഇന്ത്യ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടി ഏതു തരത്തിലായിരിക്കണമെന്ന് തീരുമാനിച്ചതും ഡോവൽ തന്നെ. പാകിസ്ഥാനിലെ ലാഹോറിലെയും കറാച്ചിയിലെയും മുഴുവൻ ടെലിഫോൺ ബൂത്തുകളും, എന്തിന് ഇലക്ട്രിക് പോസ്റ്റുകൾ പോലും അജിത് ഡോവലിന് കാണാപ്പാഠമാണ്. ബംഗ്ലാദേശ്, മ്യാൻമാർ, തായ്ലാന്റ്, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പല പിടികിട്ടാപ്പുള്ളികളെയും ഇന്ത്യയിലെത്തിച്ചത് ഡോവലിന്റെ ബുദ്ധികൂർമ്മതയായിരുന്നു. 2016-ൽ ഉറി ഭീകരാക്രമണത്തിന് ഉചിതമായ മറുപടി നൽകാൻ പ്രധാനമന്ത്രി ഡോവലിനെയാണ് ദൗത്യമേൽപ്പിച്ചത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് നടത്തിയ തിരിച്ചടിക്ക് പിന്നാലെ അതീവ ജാഗ്രതയിലാണ് രാജ്യം. അതിർത്തിയോട് ചേർന്നുള്ള 5 വിമാനത്താവളങ്ങൾ അടക്കം അടച്ചിട്ടുണ്ട്. ശ്രീനഗർ, ജമ്മു, അമൃത്സർ, ധർമ്മശാല, ലേ എന്നീ വിമാനത്താവളങ്ങളാണ് അടച്ചത്. അതിർത്തിയിലെ ജനങ്ങളെ ബങ്കറുകളിലേക്ക് മാറ്റുകയാണ്. രാത്രി ഉടനീളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓപ്പറേഷൻ നിരീക്ഷിച്ചുവെന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. നിയന്ത്രണ രേഖയിൽ ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുകയാണ്. സ്ഥലം സൈന്യം വ്യക്തമാക്കിയിട്ടില്ല. ശക്തമായി തിരിച്ചടിക്കുമെന്നും സൈന്യം അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി, പ്രതിരോധ മന്ത്രി, സൈനിക മേധാവിമാരുമായി സംസാരിച്ചു. ആക്രമണം വിജയകരമെന്ന് പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ സാഹചര്യം കൃത്യമായി നിരീക്ഷിച്ചു വരികയാണെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചിട്ടുണ്ട്. സമാധാനപരമായി ഇത് അവസാനിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നതായി മാർക്കോ റൂബിയോ പറഞ്ഞു. ഇരു രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. സമാധാനം തന്നെയാണ് ഇന്ത്യയും ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഇന്ത്യ അങ്ങോട്ട് പോയി ആരെയും ചൊറിയാറില്ല. എന്നാൽ ഇങ്ങോട്ട് ചൊറിഞ്ഞാൽ അത് തിരിച്ചങ്ങോട്ട് എത്രത്തോളം മാന്തും, അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പാകിസ്ഥാനെ വീണ്ടും തങ്ങളുടെ രേഖകളിൽ എഴുതി വയ്ക്കാൻ ഒരു ഉദാഹരണം കൂടെ ഇന്ത്യ നൽകിയിരിക്കുകയാണ്. ഏതായാലും പാകിസ്ഥാൻ ഇപ്പോൾ അടങ്ങിയാൽ അടങ്ങി, തിരിച്ചടിക്കുകയാണെങ്കിൽ അതിനും വലിയ പ്രഹരം തന്നെയായിരിക്കും ഇന്ത്യ തിരിച്ചു നൽകാൻ പോകുന്നത്. അടി തുടങ്ങിയിട്ടുള്ളൂ, വടിവെട്ടാൻ പോയിട്ടുണ്ട്. ഇനിയും പ്രഹരം ഇന്ത്യ പിന്നാലെ തന്നെ ഉണ്ടാകുമെന്നുള്ളത് കൂടി നമുക്ക് പ്രതീക്ഷിക്കാം.